നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇലക്ട്രിക് വാഹനങ്ങൾ വാറണ്ടിക്ക് ശേഷം എന്ത് എന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. വാറണ്ടിക്ക് ശേഷം ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ റിയൽ ലൈഫ് ആയിട്ടുള്ള എക്സ്പീരിയൻസും അതിനോടൊപ്പം തന്നെ ഫേസ് ചെയ്യുന്ന മെയിൻ ചാലഞ്ചസും നമുക്കൊന്ന് ചോദിച്ചറിയാം. ശൈലേന്ദ്രൻ, ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ്, വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്, ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തത് 2022 അപ്പോൾ ഇപ്പോൾ ഏകദേശം 4 വർഷമാകാൻ പോകുന്നു. 4 വർഷമായിട്ടില്ല, ഏപ്രിലാകുമ്പോൾ 4 വർഷമാകും. ഇപ്പോൾ 2,12,000 സംതിങ്, അതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. അപ്പോൾ 1,60 വരെയാണ് നമുക്ക് വാറണ്ടി. അപ്പോൾ 1,60 ആവുന്നതിന് മുമ്പ് വണ്ടിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ബാറ്ററി അങ്ങ് മാറ്റിക്കളയാം എന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ 1,52 ആയപ്പോഴത്തേക്ക് ബാറ്ററി മാറി. ബാറ്ററി മാറിയിട്ട് ഒരു റീപ്ലേസ് നമുക്ക് അത് പഴയ ഒരു ബാറ്ററിയാണ് കിട്ടിയത്, പുതിയതല്ല കിട്ടിയത്, പഴയ ബാറ്ററിയാണ് തന്നത്. ഇല്ല, ഒന്നും കൊടുത്തില്ല, വാറണ്ടിയിലാണ്. 1,60 വാറണ്ടി, 1,52 മാറണേ. കാരണം 1,60 കഴിഞ്ഞാൽ മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 1,52 മാറി, വേറെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായില്ല. ഒരു 20% താഴെ ഓടാൻ ഒരു 10 കിലോമീറ്റർ ഓടാൻ പറ്റുള്ളൂ, അതായിരുന്നു കംപ്ലൈൻറ്റ്. അത് സ്വാഭാവികമായിട്ട് എല്ലാ വാഹനങ്ങൾക്കും ഉണ്ട്, എൻ്റെ വാഹനങ്ങൾക്കും ഉണ്ട്. പിന്നെ അതെന്തായാലും മാറുക എന്നുള്ള ഒരു ടാർഗറ്റായിരുന്നു. അങ്ങനെ മാറിയതിന് ശേഷം ഇപ്പോൾ ഏകദേശം 72,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട് ബാറ്ററി മാറിയതിന് ശേഷം. പിന്നെ ഇന്ന് വരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. നാഗകളിൽ ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പഴയതുപോലെ തന്നെ 20% താഴെ ഒരു 10 കിലോമീറ്റർ ഓടാൻ പറ്റത്തുള്ളൂ. 20% വരെ നമുക്ക് 1%-ൽ 2 കിലോമീറ്റർ വെച്ച് ഓടാൻ പറ്റും. എന്നാൽ ഒരു 160 കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 10 കിലോമീറ്റർ ഓടുള്ളൂ. വീക്കാണ്, അതെ. അപ്പോൾ ഇതുവരെയുള്ള കംപ്ലൈൻ്റ് എന്ന് പറയുന്നത്, 1,25,000 കിലോമീറ്റർ ഓടിയ സമയത്ത് ആക്ച്വേറ്ററിന് ചെറിയ കംപ്ലൈൻറ്റ് വന്നു, അത് മാറ്റി തരണമെന്ന് പറഞ്ഞു. ആദ്യം അവർ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ പേയ്മെൻറ്റ് ചെയ്യാം, പക്ഷേ ഒരു കാര്യം ഒന്ന് എഴുതി തരണം, ഒന്ന് CD ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് മാറി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധം പറഞ്ഞതിൻ്റെ പേരിൽ അവർ പിന്നെ മാറി തന്നു. അതിനുശേഷം ഒരു 1:40 ആയപ്പോഴത്തേക്ക് ബാക്ക് ലെഫ്റ്റ് സൈഡ് ഷാക്ക് അബ്സറിനൊരു കംപ്ലൈൻറ്റ് വന്നു. ഷാക്ക് അബ്സർ ഞാൻ പേയ്മെൻറ്റിൽ തന്നെ അങ്ങ് മാറി. അതിനുശേഷമുള്ള കംപ്ലൈൻറ്റ് ഇതുവരെ ഒന്നുമില്ല, ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ടയറെന്ന് പറയുന്നത് 1,00,000 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കുണ്ട് പിന്നെ ആദ്യത്തെ 4 മാറി. രണ്ടാമത് ഇപ്പോൾ 2,00,000 ആയപ്പോഴത്തേക്ക് വീണ്ടും 4 മാറി. 4 ഒരുമിച്ച് മാറിയില്ല. ഞാൻ 1,00,000 ആയപ്പോഴത്തേക്ക് ആദ്യം 2 ഫ്രണ്ടിൽ കിടന്ന 2 മാറി. 1,15,000 ആയപ്പോഴത്തേക്ക് ബാക്കിലത്തെ 2 മാറി. ഇപ്പോഴും ഞാൻ 95,000 ആയപ്പോഴത്തേക്ക് ഫ്രണ്ടിലത്തെ 2 മാറി. 1,10,000 ആയപ്പോഴത്തേക്ക് ബാക്കിലത്തെ 2 മാറി. അങ്ങനെയാണ് ഞാൻ ടയർ മാറിയത്. വേറെ ഒരു കംപ്ലൈൻറ്റും, നെക്സോൺ പ്രൈമാണ്, ആദ്യകാലത്ത് ഇറങ്ങിയ വണ്ടിയാണ്, ഒരു കംപ്ലൈൻറ്റും യാസിയെ സംബന്ധിക്കുന്നതോ അല്ലെങ്കിൽ പിക്കപ്പിനെ സംബന്ധിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വാഹനത്തിനെ കുറിച്ചോ ഒരു കംപ്ലൈൻറ്റും എനിക്കിന്ന് വരെ ഇല്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. ഏകദേശം കൊടുത്ത പൈസ മുതലായെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ഞാൻ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എന്നെ ആൾക്കാർ, എൻ്റെ ബന്ധുക്കൾ, സ്വന്തക്കാർ, കൂട്ടുകാർ എല്ലാവരും പറഞ്ഞത്, നിനക്ക് ഭ്രാന്തുണ്ടോയെന്നാണ് ചോദിച്ചത് ഇങ്ങനൊരു വണ്ടി എടുക്കാൻ. കാരണം ഇത് ആരും എടുത്തിട്ടില്ല. 2 പറയണത് ഇത് സക്സസ് ആണോ എന്നുള്ള കാര്യം അറിയില്ല. 3 പറയണത് എമൗണ്ട് ഏകദേശം 17,50,000 രൂപ ചിലവ് വരുന്നുണ്ട്. ഒരു IC വാഹനം എടുക്കണമെങ്കിൽ നമുക്ക് 6 ലക്ഷം രൂപ 7 ലക്ഷം. എൻ്റെ അപ്പോഴും ഇയോണുണ്ട്, ആക്സൻ്റ് ഉണ്ട്. അപ്പോൾ ഈ വാഹനം തന്നെ ഉപയോഗിച്ചാൽ പോരെ, ഇങ്ങനെ ഒരു വാഹനത്തിലേക്ക് പോകണമെന്നല്ല ഒരുപാട് പേര് ചോദിച്ചു. വൈഫ് നല്ല സപ്പോർട്ടായിരുന്നു. എന്തായാലും ഒരു EV എടുക്കുക, കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ടെക്നോളജി ഇല്ലേ, അതെങ്ങനെയാണെന്നുള്ള നമുക്ക് പരിശോധിക്കും. പക്ഷേ ആദ്യം ഞാൻ പോയത് MGയിലാണ്, CZ നോക്കിയത്. അത് നോക്കിയപ്പോൾ 26 ലക്ഷം രൂപയാണ് അന്ന് വില. അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങാനും ഇത് ഫെയിലർ ആവണമെന്നുണ്ടെങ്കിൽ 28 ലക്ഷം രൂപ ഒരുമിച്ച് പോകും. പക്ഷേ നെക്സോണിലേക്ക് വരുമ്പോഴത്തേക്ക് 17 ലക്ഷം രൂപ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു 10 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നേരെ നെക്സോണിലേക്ക് വന്നു. അങ്ങനെ നെക്സോൺ എടുക്കുകയായിരുന്നു. പക്ഷേ ഇതുവരെ കാര്യങ്ങൾ സക്സസ് ആണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ചിന്തിച്ചു തുടങ്ങി. ഞാൻ 1:60 ആയപ്പോൾ തന്നെ ഞാൻ മനസാറിനായിട്ട് കോൺടാക്ട് ചെയ്തു, എങ്ങനെയാണ് പുതിയ ബാറ്ററിയുടെ കാര്യങ്ങൾ. അപ്പോൾ മനസാർ പറഞ്ഞ് 5,50,000 GST ആണെന്ന് പറയുന്നു. ഇപ്പോൾ മനസാറിൻ്റെ കിട്ടിയ ഒരു അനുസരിച്ചാണെങ്കിൽ മൊഡ്യൂൾഡ് അല്ലേ, അത് ഓരോ 6,68,000 രൂപയാണ് അതിൻ്റെ വില. എൻ്റെ അറിവനുസരിച്ച് എനിക്ക് ഈ വർഷം 2025 പകുതി കിട്ടിയൊരു റേറ്റ് അനുസരിച്ച് 6,68,000 രൂപ, ആ റേഞ്ചിലാണ് പ്രൈസ്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനത്തിൻ്റെ മൊഡ്യൂൾസായിട്ട് മാറ്റാനൊക്കും. സോ അപ്പോൾ മൊഡ്യൂളിൻ്റെ വില ഏതാണ്ട്
35 to 50,000 രൂപയ്ക്ക് അടുത്താണ് ഒരു മൊഡ്യൂളിൻ്റെ വില. പല ടൈപ്പ്, മൊത്തം 13 മൊഡ്യൂൾസ് ഉണ്ട്. അതിനകത്ത് ഓരോ മൊഡ്യൂൾ പ്രൈമിന് 30 കിലോ വാട്ട് അവറിൻ്റെ. സോ അതിനകത്ത് കുറച്ചെണ്ണത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 30-അടുത്താണ്, 35-അടുത്താണ്, ചിലത് 40-അടുത്താണ്, ലേബർ ഉൾപ്പെടെ അല്ല അത് പാർട്ടിൻ്റെ കോസ്റ്റ്. പിന്നെ അത് കൂടാതെ ഈ പറഞ്ഞ ഇത് ഇപ്പോൾ എൻ്റെ ബാറ്ററിയുടെ കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് എറണാകുളത്ത് ഇവിടെ സർവീസ് ചെയ്യാനായിട്ട് അയച്ചായിരുന്നു. സോ അതിന് ഏതാണ്ട് 9,000 എങ്ങാണ്ടാണ് വൺ സൈഡ് ട്രാൻസ്പോർട്ടേഷൻ. തിരുവനന്തപുരത്തു നിന്ന് ഇവിടം വരെ വരുന്നത് ഏതാണ്ട് 9,000 അടുത്താണ് വരുന്നത്. സോ ടോട്ടൽ ഒരു 18,000 രൂപ. പിന്നെ ലോഡേഴ്സിൻ്റെ ഇതൊക്കെ കൂടെ കൂട്ടി ഒരു 25,000 രൂപ ട്രാൻസ്പോർട്ടേഷനാണ്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഏകദേശം 50,000 രൂപ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷനും ചെക്കിങ്ങും അതേപോലത്തെ സംഗതികളെല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എത്ര മൊഡ്യൂൾ പോയി എന്നുള്ളത് അത് മാറ്റാനും ഒരു പൈസയാവും. സോ ആ രീതി ഇപ്പോൾ ഒരു മൊഡ്യൂൾ മാത്രം പോവുകയാണ്, അതൊരു 35,000 രൂപയുടെ ആണെങ്കിൽ ഒരു 85,000 രൂപയ്ക്ക് അടുത്ത് ചിലവ് വരും എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഇനി ഇവിടെ തന്നെ മാറും, കേരളത്തിൽ തന്നെ മാറും, അതോ പൂനെക്ക് പോകണം? അല്ല, എൻ്റെ ഇപ്പോൾ എറണാകുളത്ത് ആണ് പറഞ്ഞത്. കളമശ്ശേരിയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് പ്ലേസ് അറിയത്തില്ല. നമ്മളിവിടെ സംസാരിച്ചതുപോലെ ഈ ബാറ്ററി പാക്കിന് കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ലോജിസ്റ്റിക്സ് അത് വലിയൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, നമ്മളിപ്പോൾ കേരളത്തിലിപ്പോൾ റീസെൻ്റായിട്ട് എറണാകുളത്ത് ഇതിൻ്റെ റിപ്പയറിംഗ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ഏതെങ്കിലും രീതിയിൽ നേരിട്ട് നമ്മൾ അങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ ഈ ലോജിസ്റ്റിക് ചാർജ് ഒഴിവാകുമോ എന്നുള്ളതാണ്. ഒരു മിനിറ്റ്. ആക്ച്വലി എനിക്ക് എൻ്റെ വണ്ടിയുടെ കേസിൽ ആദ്യമേ, അതായത് 2024 ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലോജിസ്റ്റിക്സിൻ്റെ ചാർജ് പറഞ്ഞിരുന്നത് 68,000 രൂപ എന്തോ ആയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്ന പൂനെയിലോ ബാംഗ്ലൂരോ അവിടെ എവിടെയോ കൊണ്ടുപോകുന്നതിനുള്ള എമൗണ്ടാണ് കാണിച്ചിരുന്നത്. സോ ഇവിടെ ആകുമ്പോൾ ആ എമൗണ്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതിപ്പോൾ തിരുവനന്തപുരം ടു എറണാകുളമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതേ സംഗതി തന്നെ എറണാകുളത്തെ ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്തിട്ട് എറണാകുളത്ത് നിന്ന് അവിടേക്ക് എത്തിക്കാനാണെങ്കിൽ ഇത്രയും പൈസ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് കുറയേണ്ടതാണെന്നാണ് എൻ്റെ തോന്നൽ, കറക്റ്റായിട്ട് അറിയത്തില്ല. ഗോവിന്ദിൻ്റെയും കൂടെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഈ ബാറ്ററിയുടെ ഷിപ്പിങ്ങിൻ്റെ മുകളിൽ മെയിൻ ഇഷ്യൂ വരുന്നത് ഇതൊരു ഫയർ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. മാനുഫാക്ചറേഴ്സ് പറയുന്ന പ്രകാരം വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള വെൻഡേഴ്സ് മാത്രമേ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ളൂ. ഇനി വെൻ ഇറ്റ് കംസ് ടു ടാറ്റാസ് പ്ലാന്റ് ഇൻ കേരള, ഈ കളമശ്ശേരിയുടെ പ്ലാന്റ് യൂസർ ആക്സസിബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല. ഇത് ടാറ്റയ്ക്ക് ഇൻറ്റേർണലി ഉള്ളതാണ്. അതായത് നിങ്ങൾ സർവീസ് സെൻറ്ററിൽ വാഹനം കൊടുത്ത് അവിടെ നിന്ന് ജോബ് കാർഡ് ഓപ്പൺ ചെയ്ത് എന്നിട്ട് മാത്രമേ ഇവർക്ക് ഈ പ്ലാന്റിലോട്ട് ഒരു റിക്വസ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നാളെ മറ്റന്നാൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യണം എന്നാൽ പ്ലാന്റിലോട്ട് ഡയറക്റ്റ്ലി പോകാന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷേ മനു പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസ്റ്റൻസ്. ഈ പ്ലാന്റിൽ നിന്ന് നിയർ ബൈ ആയിട്ടുള്ള സർവീസ് സെൻറ്ററിൽ കൊടുക്കാൻ നേരത്തെ ദർ ഇസ് എ വെരി ഹൈ പോസിബിലിറ്റി നമുക്ക് കിട്ടുന്ന റേറ്റ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടുപോയി ബാറ്ററിയുടെ പ്രശ്നമായിട്ട്. അപ്പോൾ ഈ ബാറ്ററി എനിക്ക് വഴിക്ക് വെച്ച് പെട്ടെന്നൊരു ഇത് വന്നു, ഒരു അലാം വന്നു. അതായത് ലിംബ് മോഡായെന്ന് പറഞ്ഞിട്ടുള്ളൊരു അലാം വന്നു. ഈ അലാം വന്ന സമയത്ത് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ, അന്ന് എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു വണ്ടി. അതുകൊണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ചാർജ് നല്ലൊരു 80%-90% 90% ചാർജായിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. ടാറ്റ മോട്ടോഴ്സിന് കൊണ്ടുപോയത് ലെക്സോണിൽ ഇരുമ്പനത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഇത് നിങ്ങളിപ്പോൾ 100% ഉണ്ട്, ഇത് ഇനി ഏത് മോഡലാണ് ഇത് വന്നത്, അലാറം വന്നത്, അത് 45%. അപ്പോൾ 45% ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഏതാണ്ട് 90%ലാണ് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല, തിരിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങൾ 45 ആക്കിക്കൊണ്ടിരാൻ പറഞ്ഞു. ഞാൻ പിന്നെ അത് തിരിച്ചു കൊണ്ടുപോയി 48 ആക്കിക്കൊണ്ടിരുന്നു. 48 ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു 43% അവർ തന്നെ അവിടെ വർക്ക്ഷോപ്പിൽ വെച്ച് കുറച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതിൻ്റെ ചെയ്യുന്ന ആളുകൾ കൊളമശ്ശേരിയിലാണ് ഇതിൻ്റെ ചെയ്യുന്ന പാർട്ടികൾ, അവരാഴ്ചയിൽ 2 ദിവസമൊക്കെ വരുവുള്ളൂ. ഇനി ഇത് ചൊവ്വാഴ്ച വരുവുള്ളൂ. അന്ന് വന്നിട്ട് അവർ ഈ ബാറ്ററി കൊണ്ട് പോകും. ബാറ്ററി കൊണ്ട് പോയിട്ട് വേറെ ബാറ്ററി, എൻ്റെ സെല്ല് മാത്രം റീപ്ലേസ് ചെയ്തിട്ട് കൊണ്ടുവരും. പക്ഷേ ഈ പ്രൊവിഷൻ അവൈലബിൾ ആയിട്ട് നെക്സോണിന് മാത്രമേ ഉള്ളൂ. മറ്റേ ടിയാഗോയ്ക്ക് ഈ സെയിം പ്രശ്നം വന്നു കഴിഞ്ഞാൽ പൂനെക്ക് തന്നെ അയക്കണം, അല്ലാണ്ട് ഇവിടെ ലോക്കലില്ല. നെക്സോണിന് മാത്രം കളമശ്ശേരി തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ തന്നെ. അത് ഇവർ വഴിക്കേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നേരിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം മനസ്സിലാക്കുന്നത് ഇപ്പം വണ്ടിയുടെ മുകളിൽ എൻറ്റയർലി സാറ്റിസ്ഫൈഡ് ആണ്. റെഗുലർ സർവീസിനല്ലാണ്ട് ഈ ബാറ്ററിയുടെ വിഷയം, ആക്ച്വേറ്റർ വിഷയം അല്ലാണ്ട് സർവീസ് സെൻറ്ററിലോട്ട് കാറ് കൊണ്ടുപോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ?
ഇല്ല. കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് സാർ എന്താ ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് ബാറ്ററി പുതിയത് വാങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും കാറിന് ലൈഫ് സൈക്കിൾ കൊടുക്കുന്നതാണോ, അതോ എക്സിസ്റ്റിംഗ് ബാറ്ററി ടിൽ ഡിപ്ലീഷൻ വരെ ഓടിക്കുന്നതാണോ? ഞാനിപ്പോൾ ഈ ബാറ്ററി വെച്ചിട്ട് മാക്സിമം ഓടാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ലൈഫ് ഏതുവരെ പോകുന്നുള്ള അറിയാം. കാരണം വെച്ചാൽ നമ്മുടെ മുന്നിൽ ആരും ഇല്ലല്ലോ, ഇത് പൂർണ്ണമായിട്ടും ഓടി തീർത്ത ആരും ഇല്ല. വളരെ അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. 20% 10 കിലോമീറ്റർ ഓടുള്ളൂ, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതെന്താണ് അതിൻ്റെ ഒരു ലോജിക്ക്? കാരണം വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. അല്ല, സംഭവം എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ 20% താഴെ പോകുമ്പോൾ നിങ്ങളത് മെൻ്റലി ആക്സെപ്റ്റ് ചെയ്യാണ് 10 കിലോമീറ്റർ പോയാലും നല്ല ലാഭമാണെന്നുള്ളത്. ശരിക്കും അതല്ലല്ലോ. ഞാൻ MG-ZS എൻ്റെ വണ്ടി ഒരിക്കൽ കോഴിക്കോട് വെച്ചിട്ട് ആ ഗ്രിഡ് എന്തോ ഓഫായി പോയൊരു അവസ്ഥ വന്നപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റില്ല. അല്ല, അതിൻ്റെ CCS2 കംപ്ലൈൻറ്റ് വന്നിട്ട് അത് കംപ്ലൈൻറ്റ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഞാൻ അവിടെ നിന്ന് വണ്ടി 0%, അതായത് 1 to 0 ഞാൻ 14 കിലോമീറ്റർ ഓടിച്ചിട്ടാണ് അത് രാമനാട്ടുകരയുള്ള സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കയറ്റിയത്. പിന്നീട് എനിക്ക് ആ വണ്ടിയുമേ വിശ്വാസമായി. കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് AC ഓഫ് ചെയ്തിട്ടും അതിൽ AC ഓഫ് ആവില്ല. മറ്റേ ലിമോഡ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും MG-ZS സ്പീഡ് ലെവൽ അങ്ങനെ സ്പീഡ് 40-60 ഓടിക്കാം. പക്ഷെ ഞാൻ നമ്മുടെ ഒരു ലോജിക്ക് ഉണ്ടല്ലോ, കാരണം വെച്ചാൽ കത്തിച്ച് പോയാൽ ചിലപ്പോൾ എത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് മാത്രം ഞാൻ കൂടുതൽ ഇത് കൊടുക്കാതെ AC ഓഫ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് 20% നമുക്ക് സാധാരണഗതിയിൽ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ 1% കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ തരേണ്ടത് ടാറ്റയുടെ ഉത്തരവാദിത്തമല്ലേ? അതായത് ഇപ്പൊ എന്റെ 45 വണ്ടി നമുക്ക് ശരിക്കും തിയററ്റിക്കലി 0% വരെ അത് ഓടിക്കണം. അങ്ങനെ കിട്ടുന്നതാണ്. 0 ആകുന്നത് വരെ നമ്മൾ വണ്ടി ഓടേണ്ടതാണ്. ഇനി ഇത് മേടിച്ച കാലത്ത് എനിക്കിത് 0 ആകുന്ന വരെ പോയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ 0 ആയി, പിന്നെ വണ്ടി ഓടാണ്ടായി, അവർ പോയിട്ടുണ്ട്. പക്ഷേ അത് തിയററ്റിക്കലാണ്. കുറേ കഴിഞ്ഞ് വണ്ടിയുടെ ബാറ്ററി പഴയതാകും തോറും ഇതുപോലെ ഇപ്പം പുള്ളിയുടെ 20 കിലോമീറ്റർ ആയി കഴിയുമ്പോൾ 20% ആയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആയി പോകുന്ന പറഞ്ഞു. എൻ്റെ ഇപ്പോൾ 45% അങ്ങനെ ആയിപ്പോയി. മനസ്സിലായോ? 40% ഇത് പിന്നെ പോവില്ല വണ്ടി, ആ സ്ഥിതിയിലായിപ്പോയി. എന്താ കാരണം? ഓക്കെ, എന്താ കാരണം? ഈ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ആയി പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ബാറ്ററിയുടെ സെൽസ് പല ഇപ്പോൾ 13 സെല്ലുണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ 13 സെല്ലിൽ 13 മോഡ്യൂളുണ്ട്. ഈ 13 മോഡ്യൂളിൽ ഓരോന്നായിട്ട് പോകുന്നതോറും ഈ 0%-ന് പകരം ഇപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ 20 ആകുമ്പോഴത്തേക്കും അതിൽ രണ്ട് സെല്ല് പോയി കാണും വയ്ക്കുക, അല്ല ഒരു സെല്ലെങ്കിലും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്ക് 20 കിലോമീറ്റർ ആയപ്പോൾ പിന്നെ ഇത് കിട്ടാതെ വരുന്നതിൻ്റെ കാരണം. ആ സമയം എല്ലാ സെല്ലും ഓക്കെ ആണെങ്കിലുണ്ടല്ലോ, എല്ലാ ഈ ബോഡികളും ഓക്കെ ആണെങ്കിൽ നമുക്ക് 0 വരെ ഓടിക്കാം. ഇത് പറഞ്ഞത് എനിക്ക് മനസ്സിലായത് 20% താഴെ 40 കിലോമീറ്ററെങ്കിലും സൈലൻസറിന്റെ വണ്ടി ഓടേണ്ടതല്ലേ, റെസ്പോൺസിബിലിറ്റി എനിക്ക് മനസ്സിലായി ടാറ്റയ്ക്കല്ലേ എന്നുള്ളതാണ് ചോദിച്ചത്. സാറ് പറഞ്ഞത് അതിന്റെ കംപ്ലൈന്റുകളാണ്. അപ്പൊ അതാ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. പക്ഷെ അതില് എല്ലാവരും ജസ്റ്റ് ആരും തെറ്റിദ്ധരിക്കരുത്. ഈ പറഞ്ഞ പോലെ ഇതൊന്നും 0% എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ അല്ല. 0% വരെ വണ്ടി ഓടണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് 0% എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ അല്ല. അത് ജസ്റ്റ് ഒരു അഡ്വൈസ് ആയിട്ട് പറഞ്ഞു എന്നുള്ളത്. നിങ്ങൾ മാക്സിമം 10% അല്ലെങ്കിൽ 5%-ലൊക്കെ ഓടിക്കുക. ഒരു എമർജൻസി വരുമ്പോൾ 0% വരെ ഓടേണ്ട സാധനമാണ്. ഓക്കെ, അത് ഞാനൊന്ന് മെൻഷൻ ചെയ്തു. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സെല്ലിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നമാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അതായത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദ്, NMC LFP തമ്മിലുള്ള വ്യത്യാസം. NMCയുടെ ഡീഗ്രേഡ് ചെയ്യുന്നത് കുറച്ച് ഫാസ്റ്റാണ്. അതായത് ഇയർലി 2% അനുസരിച്ചിട്ട് വിസിബിളായിട്ട് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. LFPയിൽ അത് വളരെ കുറച്ചുകൂടി നെഗ്ലിജിബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇതിലുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വാറണ്ടി പീരീഡ് ഈ പറയുന്ന 1,60,000 കിലോമീറ്റർ 8 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ടൈമിൽ നമുക്ക് ഈ പറയുന്ന ഡീഗ്രേഡേഷൻ നമ്മൾ മെൻ്റലി ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ്. നമ്മുടെ പ്രശ്നം അവിടെ എന്താ വെച്ചാൽ, റേഞ്ച് കുറയുന്നതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇതെന്താ വെച്ചാൽ അൺസർട്ടനിറ്റിയാണ്. ഒരു വണ്ടി എടുത്ത് പോകുമ്പോൾ 20% ആയിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് 5 കിലോമീറ്റർ പോവോ 2 കിലോമീറ്റർ പോവോ അത് അവിടെ നിന്ന് പോവോ എന്നുള്ളതൊരു ടെൻഷനാണ്. ആ അൺസർട്ടനിറ്റി ഉണ്ടാവാൻ പാടില്ല. ടോട്ടൽ കിലോമീറ്റർ 300 കിലോമീറ്റർ പോയിരുന്നിടത്തുനിന്ന് 4% 5% ആകുമ്പോൾ അതിനനുസരിച്ച് ഡീഗ്രേഡ് ചെയ്തിട്ട് ഈ വണ്ടി 300 കിലോമീറ്റർ പോയിരുന്ന വണ്ടി വന്നിട്ട് 270 പോകുന്നുള്ളൂ.
10% കുറഞ്ഞു. അത് നമുക്ക് മനസ്സിലാക്കാം. അതല്ലാതെ ഇത് 45-ൽ വന്നിട്ട് അത് അത്രേ കിട്ടുള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് അറിയാലോ എന്ന് പറയുന്നതിൽ കാര്യമില്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം വെച്ചാൽ അൺസർട്ടനിറ്റിയാണ് അവിടെ വേണ്ടുന്നത്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, അത് റെക്ടിഫൈ ചെയ്യേണ്ടതാണ്. ഇത് മാത്രമാണ് എനിക്ക് തോന്നിയ കാര്യം. അതിലെ അഭിപ്രായം ചാവാൻ പോകണം, കച്ചിത്തുരുമ്പ് കിട്ടിയാലും പിടിക്കുമെന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ആ അവസ്ഥയിലാണ്. കാരണം വാറണ്ടി പീരീഡ് ഇല്ല. എനിക്കിനി ഇത് കൊണ്ടുവന്ന് കൊടുത്ത് ഇവരെന്നെ സർവീസ് ചെയ്ത് 320 കിലോമീറ്റർ ആക്കി തരണമെന്ന് പറഞ്ഞ് തരത്തില്ല, ഞാൻ പേ ചെയ്യണം. അപ്പോൾ ഞാനിതിൽ കോംപ്രമൈസ് ആയേ പറ്റൂ. പ്രത്യേകിച്ചും ഇപ്പോൾ സാറിൻ്റെ ഇരിക്കുന്ന വിൻസർ എന്ന് പറഞ്ഞാൽ പ്രിസ്മാറ്റിക് ബാറ്ററി സിസ്റ്റമാണ്. അതിന് ഡീഗ്രേഷൻ വളരെ കുറവാണ്, MG കുറവാണ് അല്ലേ. സാറ് 1% 14 കിലോമീറ്റർ ഓടിയെന്ന് പറയുന്നത്, അതിനപ്പുറത്ത് ഓടൂലേ? നിന്നോ? അല്ല, കൂടുതൽ ഓടാൻ പറ്റുമോ? പറ്റുമായിരിക്കാം. അല്ല, അപ്പോൾ 20% ആകുമ്പോഴത്തേക്കും ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറില്ല. കാരണം 20% മുമ്പേ കൊണ്ടൊന്ന് ചാർജ് ചെയ്യുക എന്നുള്ള പോളിസിയിലാണ് ഞാനിപ്പോൾ ഓടുന്നത്. എനിക്കതേ പറ്റുള്ളൂ. അല്ല, കോംപ്രമൈസാണ്, അല്ല വേറെ മാർഗ്ഗമില്ല എൻ്റെ മുന്നിൽ. അത് നേരത്തെ ഞാൻ എൻ്റെ ബാറ്ററി നമ്മൾ സെല്ലിൻ്റെ ബാറ്ററി, അതായത് ഒരുപാട് സെല്ലുകൾ കൂടിയ ബാറ്ററി എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ മഹീന്ദ്ര പിന്നീട് ഇറക്കിയ E2O എന്ന് പറഞ്ഞ വണ്ടി, E2O എന്ന് പറഞ്ഞ വണ്ടി വന്നിട്ട് ഇപ്പോഴും ആ സെല്ലുകൾ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ഓണേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ഏകദേശം 80,000-90,000 കിലോമീറ്ററിന് മോളിക്ക് ഓടിയുള്ള വണ്ടികൾ വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ വലിയൊരു ചേഞ്ച് അതിൽ വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഇത് ഉപയോഗിക്കുന്ന സെല്ലിൻ്റെ ക്വാളിറ്റി ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ BYDനെ സുപ്രീമായിട്ട് കാണുന്നുണ്ട്. BYDയുടെ സെല്ലിൻ്റെ എന്താ പറയുക, ഹീറ്റ് കൺട്രോൾ ചെയ്യുന്നതും സംഭവങ്ങളൊക്കെ പറയുന്നത്. അതേപോലെ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ക്വാളിറ്റി കുറഞ്ഞ സെല്ലാണോ യൂസ് ചെയ്യണമെന്നുള്ളത്, ടാറ്റ യൂസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അത് ചോദ്യം ചെയ്യേണ്ടതാണ്. കാരണം വെച്ചാൽ BYD 30,000, 4,500, 5,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർവീസ് കംപ്ലീറ്റ് ചെയ്ത് അവർ തരും. ടാറ്റ ചെയ്യുന്നത് എന്താണ്? 7,500 ഒരു സർവീസ് വെച്ചിരിക്കണം. ഞാനിപ്പോൾ അല്ല, അത് ബിക്കോസ് അതല്ല, അത് കമ്പനി പൈസ കിട്ടാനുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുപോയി കൊടുത്താലും ഒരു ആവശ്യമില്ലാത്ത കുറെ പണികൾ ഒക്കെ ചെയ്തിട്ട് എങ്ങനെ ഒരു 3,000-4,000 ആക്കാൻ ഡീലർ ശ്രമിക്കും. കാരണം ഡീലറുടെ നിലവിൽ ഇപ്പോൾ അവിടെയാണ്. ഇത് ഇനി കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞു, ഒരു കംപ്ലൈന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയായിട്ട് ആ ഭാഗത്തേക്ക് പോകില്ല, ഉറപ്പല്ലേ? ഇപ്പം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ദർ ഇസ് എ കോസ്റ്റ് ടു എവറിത്തിങ്. ഇപ്പം നമുക്ക് കുറവ് പ്രൈസിൽ കാർ കിട്ടാൻ നേരത്ത് ഓബ്വിയസ്ലി മറ്റ് കാറായിട്ട് ക്വാളിറ്റീൻ്റെ മുകളിൽ കുറച്ച് കോംപ്രമൈസസ് ഉണ്ടാവും. ഈ സംഭവം മനസ്സിൽ കണ്ടുകൊണ്ട് വേറെ ആൾക്ക് കാർ റെക്കമെൻഡ് ചെയ്യുന്ന നേരത്ത് ബ്രാൻഡിൻ്റെ മുകളിൽ ടാറ്റനെ റെക്കമെൻഡ് ചെയ്യുമോ അതോ നോൺ ടാറ്റ ആയിട്ടുള്ള ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യുമോ? ഞാനിപ്പോൾ എന്നെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. മെനങ്ങാന്ന് തന്നെ ഒരാൾ വിളിച്ചിട്ട് ഏത് വണ്ടി എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ടാറ്റയുടെ ഇപ്പോൾ 45 ഇറങ്ങിയല്ലോ, അതിനാണ് പുള്ളിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു എടുക്കേണ്ടതാണ്. കാരണം ഞാൻ ഈ വിൻസറിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം വിൻസറിനെ കുറിച്ച് ഈ ബാക്ക് സീറ്റ് ഒരു കംഫർട്ട് അല്ല എന്നുള്ള ഒരു കംപ്ലയിൻ്റ് ഒഴിച്ചിട്ട് ബാക്കി മൈലേജിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്, അത് ഞാനിപ്പോൾ ഇന്നെനിക്ക് കിട്ടിയ ഒരു വിവരമാണ്. ഇടയ്ക്ക് ഒരാളെങ്ങാണ്ടോ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിരുന്നു, അത് ഞാൻ അന്ന് കേട്ട് പിന്നെ അതിൻ്റെ ശേഷം ആരും വന്നിട്ടില്ല. ഇന്നാണ് ഞാനിത് കൂടുതൽ വ്യാപകമാണെന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ MG വിൻസർ, അത് ബാറ്ററിയുടെ സിസ്റ്റം അവർക്ക് വേറെയാണ്. പ്രിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ വേൾഡ് നമ്പർ 1 സിസ്റ്റമാണ്. അവരാണ് BYDയിലും പ്രിസ്മാറ്റിക്കാണ്. അപ്പോൾ ആ സിസ്റ്റത്തിലൂടെ ഉള്ള ഒരു ബാറ്ററി MG പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാറ്റ ഇപ്പോഴും ഈ സിലിണ്ട്രിക്കൽ ബാറ്ററി സിസ്റ്റം, അതായത് നമ്മളിരിക്കുന്ന സാധനം തന്നെയാണ് ഇപ്പോഴും ഉരുട്ടിക്കൊണ്ട് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ഇപ്പോഴെങ്ങനെ മാറിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. അപ്പോൾ ഈ നെക്സോൺ 45 പ്രിസ്മാറ്റിക് ആണോ? ഹാരിയർ സിലിണ്ട്രിക്കലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സിലിണ്ട്രിക്കൽ ബാറ്ററി സിസ്റ്റത്തിലാണ് ടാറ്റയുടെ ബാറ്ററിയുള്ള വാഹനമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എടുക്കേണ്ടതെന്ന് പറയുള്ളൂ. ഞാൻ റിനീഷ് എന്ന പേര്, തൊടുപുഴ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് ആണ് വീട്. അപ്പോൾ ഞാൻ 2021 ഡിസംബറിൽ വണ്ടി എടുത്തേക്കണേ. 4 വർഷം 3 മാസമായി. 1,52,000 കിലോമീറ്ററായി വണ്ടി കംപ്ലീറ്റ് ആയി. അതിനിടയ്ക്ക് 72,000 കിലോമീറ്ററിൽ വണ്ടിയുടെ ബാറ്ററി ഒരു പ്രാവശ്യം മാറി. അത് മാറാനായിട്ട് 3 മാസം വണ്ടി അവരുടെ ഷോറൂം സർവീസ് സെൻറ്ററിൽ വെയിൽ കഴിഞ്ഞ് കുറേ 3 മാസം 90 ദിവസം
പേയ്മെന്റ് കിട്ടി. 1200 രൂപ വെച്ചിട്ട് കറക്റ്റ് ആ ദിവസം തന്നെ അവരുടെ അത്ര ദിവസത്തെ 3 മാസത്തെ പേയ്മെന്റ് പേയ്മെന്റ് കിട്ടാൻ വേണ്ടി ഒരു 2 മാസം എടുത്തു. അത്രേ ഉള്ളൂ. ടാറ്റ നെക്സോൺ പ്രൈം ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം 220ഓളം റേഞ്ച് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ബാറ്ററി ഇപ്പോൾ 72,000 കിലോമീറ്ററോടെ പിന്നെ അഡീഷണൽ ഓടിയില്ല. പുതിയ ബാറ്ററി കിട്ടിയേ, 1 മാസം പഴക്കമുള്ള ബാറ്ററി കിട്ടിയേ. അപ്പോൾ അതിപ്പോൾ എനിക്കൊരു 180-200 ഇടയ്ക്കുള്ള റേഞ്ച് കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് വീട്ടിലെത്താം, ഇത്ര കിലോമീറ്റർ ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് മൈൻഡ് ചെയ്യില്ല. നല്ല ആക്സലേഷൻ കൊടുത്ത് തന്നെ സ്പീഡിൽ തന്നെ പോകുന്നത്. അങ്ങനെ എന്താ റേഞ്ച് നോക്കി വണ്ടി ഓടിക്കുന്ന രീതിയല്ല ഇപ്പം നിർത്തി. ആദ്യമൊക്കെ നമ്മൾ മറ്റേ ടാറ്റ പറയുന്ന ഒരു EVയുടെ ഡ്രൈവിംഗ് മെത്തേഡ് ഉണ്ടല്ലോ, എന്നാ പ്രൊഡക്റ്റ് മറ്റേ ഇത് ഗ്രാഫ് നോക്കി ആദ്യമേ ആക്സിലേറ്ററിന് കാലെടുത്ത് റീജനറേഷൻ കിട്ടി അങ്ങനെ ഓടിച്ചുകൊണ്ടായിരുന്നു ആദ്യം നടന്നു. പിന്നെ ചാർജ് സ്റ്റേഷൻ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ റേഞ്ച് നോക്കുന്നില്ല. വീട്ടിലെത്താനുള്ള ചാർജ് ഉണ്ടെന്ന് പറഞ്ഞാൽ 5% വീട്ടിലെത്തിക്കാൻ രീതിയിൽ തന്നെ പോകും. പുറത്തുനിന്ന് മാക്സിമം ചാർജിങ് ഒഴിവാക്കും. 20% താഴെ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും? അതെല്ലാം %2 വെച്ച് അടുത്ത് കുഴപ്പമില്ല. എനിക്ക് സഡൻ ഡ്രോപ്പ് വന്നിട്ടാണ് 25 സഡൻ ഡ്രോപ്പ് വന്നിട്ടാണ് ബാറ്ററി മാറിയത്. പിന്നെ മാറിയിട്ട് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? 72,000 ഓടി. 72,000 80 ഓടി. എന്നിട്ട് 20 താഴെ ഓടുന്നുണ്ട്? കുഴപ്പമില്ല. താഴെ ഓടുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം 3-ൽ വെച്ച് ചെറിയൊരു സഡൻ ഡ്രോപ്പ് ഫീൽ ചെയ്തു. പക്ഷേ അത് അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഒന്നുകൂടെ നോക്കണം. അത്ര റേഞ്ച് താഴത്തേക്ക് എത്തിയില്ല പെർസെൻറ്റേജ്. പിന്നെ ഒരു റീസെൻ്റ്ലി വന്നത് 122,000 എൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് പോയായിരുന്നു. അത് പെയ്ഡായിട്ട് മാറി. എത്ര രൂപയായി? 14,000 രൂപ കണ്ടേ. 122 വാറണ്ടി പീരീഡ് ആണല്ലോ. 3 വർഷം കഴിഞ്ഞായിരുന്നു. 3 വർഷം കഴിഞ്ഞായിരുന്നു. അല്ല 14 സംതിങ് ഉണ്ടായി. 14,000. പിന്നെ വന്നേക്കുന്നത് ഈ ലേറ്റസ്റ്റ് ഞാൻ മനസ്സാറിനെയും ഗോവിന്ദ് സാറിനെയും വിളിച്ചിരുന്നു. മറ്റേ ക്രിട്ടിക്കൽ അലേർട്ട് വന്നത്. ക്രിട്ടിക്കൽ അലേർട്ട് വന്നതെന്ന് വെച്ചാൽ CC സ്പോട്ട് കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ കേബിളും ഒരു സെൻസറും ഉൾപ്പെടെ ഒറ്റ പീസാണ്. കമ്പനിയിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ AC കണ്ടൻസറും കൂടെ എങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞു. കംപ്രസറോ കണ്ടൻസറോ എല്ലാം കൂടി കൊട്ടേഷൻ കണ്ട് 1.25 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ ഉണ്ട്. പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഗ്രൂപ്പിലൊക്കെ അന്വേഷിച്ച് പറഞ്ഞപ്പോൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്ക് പോകും. നമ്മുടെ EVയുടെ ആര്യവൈദ്യശാല ഉണ്ട് അവിടെ പറഞ്ഞാൽ ആബിദിക്കയുടെ E-വീൽസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയിട്ട് അവർ തന്നെ അത് അയച്ച് സെറ്റ് ചെയ്ത് തരുവരെ 45,000 രൂപയ്ക്ക് പരിപാടി തീർന്നു. 45,000. 1.5 ലക്ഷം രൂപ പറഞ്ഞത്. 1.5 ലക്ഷം രൂപ പറഞ്ഞു. 1.5 ലക്ഷം പറഞ്ഞു. പക്ഷേ അത് 1.5 ലക്ഷം റീപ്ലേസിന് ഷോറൂം വരെ അവർക്ക് റീപ്ലേസ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. ഇവർ റിപ്പയർ ചെയ്ത് തരും 45,000 രൂപ. അതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടി? അതിനുശേഷം ഇപ്പോൾ ഒരു 10-20,000 കിലോമീറ്റർ കൂടുതൽ ഓടി. കുഴപ്പമില്ല. അവര് കുഴപ്പമില്ല. അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. വാറണ്ടി വെച്ചാൽ 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നോക്കാന്നൊക്കെ അവർ പറഞ്ഞു. ഇവിടെ നമുക്കിപ്പോൾ ഇത്ര ഡിസ്റ്റൻസിൽ കൊണ്ടേ കൊടുക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഫീൽ ചെയ്യൂ. ആക്ച്വലി കവർ നേരത്തെ ഉള്ളതല്ല. നേരത്തെ ഇല്ല ആക്ച്വലി കവർ കമ്പനി വന്നേക്കുന്ന കവർ മാത്രമേ ഉള്ളൂ. ഒരു അപ്ഡേഷൻ പ്രൈമിന് അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കവർ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം. അതേ ഉള്ളൂ. ലോക്ക് അല്ല അതുകൊണ്ട് ഒരു കവർ ഉണ്ട് അതിനടിയിലേക്ക്. വ്ളോഗിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നേരിട്ട് പോയി കണ്ടു. ഒരു വലിയൊരു സംഭവം തന്നെ. അവിടെ കുറേ വണ്ടി നെക്സോൺ അവർ ടോട്ടൽ ലോസ് വന്ന വണ്ടി എടുത്തിട്ടിട്ട് അതിൽ പണി പഠിക്കുന്നുണ്ട്. കുറേ പിള്ളേർ പഠിക്കുന്നുണ്ട്. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെ ഉണ്ട് അവിടെ അവർ. അത്യാവശ്യം നല്ല സർവീസ് ആയിരുന്നു കേട്ടോ അവിടുത്തെ. പിന്നെ ഇപ്പം നിലവിൽ ഒന്നോടെ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സ് കംപ്ലൈൻറ്റ് ആണോ എന്ന് സംശയമുണ്ട്. അടിപ്പുണ്ട്. പക്ഷേ ലോറാമിൻ്റെ അങ്ങനെയൊന്നുമല്ല, ബോക്സിൻ്റെ അയക്കാനാണ് സാധ്യത അവർ പറഞ്ഞു. പക്ഷേ അതിന് 6 മാസം വാറണ്ടി ഉള്ളൂ. ഞാൻ എടുത്തിട്ട് അത് സ്റ്റിയറിംഗ് ബോക്സ് മാറ്റിയിട്ട് കുറേ നാളായി. 6 മാസം അതും വാറണ്ടി കഴിഞ്ഞു പോയി. മാറ്റിയ പാട്ട് 70,000. സാറിൻ്റെ പറഞ്ഞ ഏത് ഷോറൂമാ? സാറിൻ്റെ പറഞ്ഞ ഏത് ഷോറൂം ഏതായിരുന്നു? ലെക്സോൺ. ഇദ്ദേഹം പോയതാ ഗോകുലം. അല്ല അത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും മിക്കവാറും. അങ്ങനെ അത്ര വലിയ വ്യത്യാസം വരിക്കില്ല ഒരിക്കലും. ഞാൻ സ്റ്റിയറിംഗ് ബോക്സ് പറഞ്ഞത്. സ്റ്റിയറിംഗ് ബോക്സിനകത്ത് ആക്ച്വലി പവർ സ്റ്റിയറിംഗ് ഹൗസിംഗും അതിന്റെ റാക്ക് ആൻഡ് പിനിയൻ ജോയിന്റ് ഇതെല്ലാം കൂടെ ഒരു അസംബ്ലി ആയിട്ട് വരുന്നതിന് 68,000 രൂപ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷെ ഈ സാധനം ഇതിനകത്ത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇപ്പം അതിന്റെ മുകളിലത്തെ സ്റ്റിയറിംഗിന്റെ അവിടെ ഒരു നട്ടുണ്ട്. അത് ഊരി കിട്ടുകയാണെങ്കിൽ
അതായത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ നടുക്ക് വരുന്ന ഒരു ബോൾട്ട ആയിരിക്കാം. അത് ഊരി കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഊരി എടുത്ത് വർക്ക് ചെയ്യാനും. പക്ഷെ ആ സാധനം ഊരാനൊത്തില്ല, അല്ലെങ്കിൽ ഒടിഞ്ഞു പോരുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് മാറ്റാനേ ഉള്ളൂ. ഇതുവരെ ബോഷ് എന്ന് പറഞ്ഞ കമ്പനി 2 കമ്പനികളും ഉണ്ടാക്കുന്നു. ഒന്ന് ബോഷിന്റെയാണ്. അപ്പൊ ഇവര് അഴിച്ചു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇത് ബോഷിന്റെ ആണോ മറ്റവരുടെ ആണോ. പക്ഷെ അത് വണ്ടിന്റെ കംപ്ലൈന്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നോടത്തോളം അത് പറയാൻ അറിയില്ല. സ്റ്റെയർ ബോക്സിന്റെ അടിയൊക്കെ അറിയില്ലേ റഫായിട്ട് എനിക്കുള്ള അനുഭവം ഞാൻ പറയാം. അത് ഡ്യൂറബിലിറ്റി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഡ്യൂറബിലിറ്റിയുടെ പ്രശ്നമാണ് അത്. റീപ്ലേസിങ് ദ ചൈൽഡ് പാർട്സ് വളരെ ഹൈ ആണ്. ഇപ്പം ഒരു റഫ് ആയിട്ടുള്ള ഫിഗറിൽ പറയുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപ വരെ മുടക്കാൻ തയ്യാറാണ് ഈ കാർ ഇതേ കണ്ടീഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? ഞാനൊരു 3 lakhs ഒക്കെ ആണെങ്കിൽ മുടക്കും, മുന്നോട്ട് പോകും. ഓക്കെ. അതിന് മുകളിലോട്ടാണെങ്കിൽ ഞാൻ മുടക്കത്തില്ല. ഞാനെങ്കിൽ ഒന്നിൽ സ്ക്രബ് ചെയ്യാൻ കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബാറ്ററി എടുത്തിട്ട് ഞാൻ സോളാറുമായിട്ട് കണക്ട് ചെയ്ത് ഓഫ്ലൈൻ ബാറ്ററിക്ക് സെക്കൻഡ് ലൈഫ് കൊടുക്കും അല്ലേ? ഓക്കെ. പിന്നെ ചോദിക്കാൻ വിചാരിച്ചൊരു ചോദ്യം ഇനി EV എടുക്കുമോ എന്നുള്ളതാണ്. പക്ഷേ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി EV തന്നെയാണ്. EV തന്നെ എടുക്കും. ഓക്കെ. പക്ഷെ അത് ടാറ്റയുടെ എടുക്കില്ല. എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വണ്ടി യൂസ് ചെയ്തതിന് ശേഷം ഇപ്പം ഡിസിഷൻ എടുത്തു. ഓക്കെ. എന്നാണ് കാറ് വാങ്ങിയത്? എത്ര കാലം കാറ് യൂസ് ചെയ്തു? മേജറായിട്ട് ഫേസ് ചെയ്ത ഇഷ്യൂസ്, പിന്നെ എത്ര വട്ടം സർവീസ് സെന്ററിൽ ഓൾമോസ്റ്റ് കയറി ഇറങ്ങിയിട്ടുണ്ട്? സത്യം പറയൂലേ? ഓക്കെ, കുറച്ച് തമാശ രൂപത്തിൽ പറയില്ല, എന്ന് കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഗുഡ്. എൻ്റെ പേര് നാജിദ് പാഷ. ഞാൻ കൊച്ചിയിലൊരു സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. പൊതുവേ എന്താണ് മണ്ടത്തരങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യുക എന്നൊരു ശ്രമിക്കാറുണ്ട്. അങ്ങനെ 6 ലക്ഷത്തിൻ്റെ ഒരു വണ്ടി മേടിക്കാനാണ് ടാറ്റയുടെ ഫാനാണ്. പണ്ട് മുതലേ ടാറ്റ വിസ്ത യൂസ് ചെയ്യണം, ഒരു 10 വർഷം ഒരു ടാറ്റയുടെ ഫാനാണ്, ഇന്ത്യൻ കമ്പനി എന്നുള്ള നിലയ്ക്ക്. 6 ലക്ഷത്തിൻ്റെ വണ്ടി മേടിക്കാൻ പോയ ഞാൻ അപ്പുറത്ത് ഈ സാധനം കാണുന്നു 18 ലക്ഷം. അപ്പോൾ ജീവിതത്തിലൊരു ചേഞ്ച് എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് പൊല്യൂഷനൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായി. ഫാമിലി ഫ്രണ്ട്സ് എല്ലായിടത്തും നല്ല ചീത്ത കേട്ടിട്ടുണ്ട്. ഈ 18 ലക്ഷം കൊടുത്ത് വഴിയിൽ നിൽക്കുന്ന വണ്ടി മേടിക്കണമെന്നുള്ള എല്ലാവരും. അപ്പോൾ നമുക്ക് കുറച്ച് ചാലഞ്ചായി. അപ്പോൾ ഞാൻ അതിനെ എൻ്റെ രൂപത്തിൽ ലാഭത്തിലാക്കാൻ വേണ്ടി ഞാൻ ഡിസൈഡ് ചെയ്തു, അറ്റ്ലീസ്റ്റ് 200 people ആദ്യമായിട്ട് ഇലക്ട്രിക് കാർ ഓടിക്കണം, എൻ്റെ വണ്ടി ആവണം എന്നുള്ള ഒരു തീരുമാനം എടുത്തു. അത് 300 വരെ ഞാൻ ട്രാക്ക് ചെയ്യുകയും പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു അത് മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ വഴിയിൽ നിന്ന് ഒരു 10-25 പേര് മേടിച്ചിട്ടുണ്ടാവും തുടക്കത്തിൽ. കാരണം മാർക്കറ്റിംഗ് നമ്മൾ അത്രത്തോളം ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും പുറത്ത് പറയില്ല. അഗെയിൻ ഒരു ഭാര്യനെ പോലെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഉള്ള ഇതൊക്കെ നമ്മൾ ക്ഷമിച്ച് സഹിച്ച് പുറത്ത് പോകുമ്പോൾ അടിപൊളിയാണ് എൻ്റെ ഭാര്യ എന്നാണ് പുറത്ത് പറയാറുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ലോങ് ജേണിക്ക് ഇരുന്ന് എല്ലാവർക്കും അന്നത്തെ ബുദ്ധിമുട്ട്. പക്ഷേ അത് ട്രൈ ചെയ്തു. ഫസ്റ്റിൽ എനിക്ക് തോന്നുന്നത് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഞാനും ഫ്രണ്ട്സുമാണ് പോയത്. അന്ന് തന്നെ ടാറ്റക്കാർ വന്ന് നല്ലൊരു റിവ്യൂസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏത് പ്രശ്നങ്ങളുണ്ട് ഞാൻ ക്ഷമ പഠിച്ച് ഞാൻ പറഞ്ഞോളാം. എൻ്റെ മെയിൻ പോയിന്റ് അതാണ്. ഈ വണ്ടി മേടിച്ചതിന് ശേഷം 2 മെയിൻ ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ ഡ്രൈവിംഗ് ഒന്ന് സ്മൂത്ത് ആവും. ഇതേ മോഡൽ ബാക്കിയുള്ള വണ്ടി ഓടിച്ചാൽ അതിലും മൈലേജ് കിട്ടും എന്നുള്ളത് പഠിച്ചു. കാരണം വിൽ ബിക്കം എ സ്മാർട്ട് ഡ്രൈവർ. ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. ബ്രേക്ക് ചവിട്ടാതെ ശീലിച്ച് വളരെ, എൻ്റെ വൈഫൊക്കെ പറയും ഭയങ്കര കംഫർട്ടാണ് ഈ EV ഓടിച്ച് ശീലിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള IC എഞ്ചിനും നമുക്ക് മൈലേജ് കിട്ടും എന്നുള്ളവരായിട്ടുണ്ട്. പിന്നെ ക്ഷമ. ഒരിക്കലും വിചാരിച്ച സമയത്ത് വിചാരിച്ച സ്ഥലത്ത് എത്തൂല, പ്രത്യേകിച്ച് ലോങ് ജേണി. സോ ആ ക്ഷമ പഠിക്കുക എന്നുള്ളതും ഇത് നല്ലൊരു ടൂളാണ്. ഈ 5 വർഷം കൊണ്ട് ഞാൻ ശരിക്കും അത് പഠിച്ച് വലിയൊരു ഇതാണ് ക്ഷമ. എന്ത് കാര്യത്തിലും ഇപ്പോൾ നമുക്കൊരു ടെൻഷനോ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത് നെറ്റ്വർക്കിംഗ്. ഒരുപാട് നല്ല കോണ്ടാക്ട്സും ഇതൊക്കെ ബിൽഡപ്പ് ചെയ്യാനത് പാടി. കാരണം തുല്യ ദുഃഖിതരായ ആൾക്കാരെ തുടക്കത്തിൽ കാണുമ്പോൾ കെട്ടിപ്പിടുത്തവും പിന്നെ ഭാര്യയുടെ കുട്ടികൾക്ക് കല്യാണം ആലോചിക്കലും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തമാശ പോലെ ഫസ്റ്റിലൊക്കെ നമ്മൾ ഏതെങ്കിലും ചാർജിങ് സ്റ്റേഷനിൽ ആരെങ്കിലും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, 1/2-3 മണിക്കൂർ സംസാരിക്കാൻ നമുക്കൊരാളെ കിട്ടിയല്ലോ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ വേറെ വണ്ടി പച്ചബോർഡ് കാണുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകും, കാരണം അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ നമുക്ക് കിട്ടണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് വന്നുകൊണ്ട് ഇപ്പോൾ വലിയ പ്രോബ്ലം ഇല്ലയെന്ന് വിചാരിക്കാം. ഓക്കെ, സാറിൻ്റെ കേസിൽ ഇപ്പം മനസ്സിലാക്കുന്നത് ഫ്യൂവൽ സേവിങ് മാത്രമല്ല, പേഴ്സണലി ലൈഫ് സ്റ്റൈലിൻ്റെ അകത്തും വളരെ വലിയ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റം ഈ ഇലക്ട്രിക് കാർ യൂസ് ചെയ്യുന്നതുകൊണ്ട്. പ്രത്യേകിച്ച് ഇത് പുതിയ ടെക്നോളജിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് മേടിക്കുന്ന മിക്കവരുടെയും മനസ്സിൽ ഓൾറെഡി ഉണ്ട് ദർ വിൽ ബി ലോട്ട് ഓഫ് പ്രോബ്ലംസ് എന്നുള്ളത്. അങ്ങനെ അറിയുന്ന ആൾക്കാർ ഇത് എടുക്കുകയാണ് നല്ലത്. പക്ഷേ എല്ലാവരും പറയും ഒരു 3 വർഷം ഓടി തെളിയട്ടെ എന്നിട്ട് അപ്പോൾ ഈ ലൈഫിൽ രസമില്ലല്ലോ. അപ്പോൾ പുതിയ ടെക്നോളജി പുതിയതൊക്കെ വരുമ്പോൾ എല്ലാവരും ചാടി എടുക്കണം എന്നുള്ള വലിയൊരു പാഠം ഈ ഇലക്ട്രിക് കാർ യൂസ് ചെയ്തുകൊണ്ട്. ഈ ഒരു ഡിസിഷൻ സാർ പറഞ്ഞത് പൊതുവേ ഒരു റിസ്ക് ടേക്കിംഗ് ആപ്പിറ്റൈറ്റ് ഹയർ സൈഡിൽ ഉള്ളതുകൊണ്ടാണ്.
ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇപ്പം ജനറലി ആൾക്കാർ പറയുന്നതാണ് ഇലക്ട്രിക് കാർസിന്റെ മുകളിൽ വാറണ്ടിക്ക് ശേഷം ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ലൈഫ് സ്പാൻ ആവും എന്നുള്ളത്. ഇപ്പം ഈ ഒരു കാരണം മാർക്കറ്റിൽ പല റീസെയിൽ വാല്യൂ ഉണ്ടാവും. റേറ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും പേഴ്സണൽ ആയിട്ടുള്ള സംഭവമായിരിക്കും. അപ് ടു ഹൗ മച്ച് ലാക്സ് യു ആർ വില്ലിംഗ് ടു സ്പെൻഡ് ഓൺ ദിസ് കാർ ഇതിന് ഓപ്പറേഷനാക്കി നിർത്താൻ വേണ്ടിയിട്ട് വാറണ്ടിക്ക് ശേഷം? ഓക്കെ, ഞാൻ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് പറയാം. തുടക്കത്തിന് ഇത് മേടിക്കുമ്പോൾ 1.6 ലാഖിനുള്ള കിലോമീറ്ററിൻ്റെ വാറണ്ടി തന്നത് തന്നെ ഭയങ്കര സംഭവമാണ്. അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ നിലക്കും മുതലാവും. ഈ ഫ്യൂവൽ വൈസും ഒരുവിധം മുതലാവും. പിന്നെ സൗണ്ട് ഇല്ല, പൊല്യൂഷൻ ഇല്ല, കൂടുതൽ ക്ഷമ പഠിച്ചു, പല കാര്യങ്ങളും നോക്കുമ്പോൾ 1.6 തന്നെ എവരിബഡി ഷുഡ് ബി ഹാപ്പി. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള എന്തും ഇതിൻ്റെ ബോണസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഉള്ള പ്രോബ്ലം എന്താ വെച്ചാൽ, ഇപ്പോൾ എൻ്റെ വണ്ടി കുറഞ്ഞൊരു 190, 200 ഒക്കെ മാക്സിമം കിട്ടണുള്ളൂ. അപ്പോൾ അതിന് ഇതേ 190, 200 നേരത്തെ 250. അത് വേണമെങ്കിൽ നല്ല രസമുള്ള എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ഗ്രേറ്റ്. അതിന് അത്രയും ക്ഷമയുള്ള ആളാണ് നിങ്ങളെന്ന് ഞാൻ ഇതോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 40-45 പോവുകയാണെങ്കിൽ എനിക്ക് ഉണ്ടായൊരു അനുഭവം പറയാം, റെക്കോർഡ് പറയാം. ഒരു പ്രാവശ്യം 1,10,000 കിലോമീറ്റർ ആയപ്പോൾ ഇതുപോലെ ഡൗൺ ആയി 16 ആയപ്പോൾ വണ്ടി നിന്നു, സ്റ്റക്കായി. അപ്പോൾ തിരിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഡ്രൈവിങ്ങിൻ്റെ പ്രോബ്ലം ആണ്. 2-3 പ്രാവശ്യം ഈ സർവീസ് സെൻറ്റർ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെയും പറയാം, അല്ല അത് കുറേ കാലം യൂസ് ചെയ്യണം, ഞാൻ ഡ്രൈവിങ് സ്മാർട്ട് ഡ്രൈവറാണ്, എന്ത് പറഞ്ഞാലും അവർ സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായ ഗുണം എന്താ വെച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു ടാറ്റയുടെ സൈറ്റിൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, 3 മിനിറ്റുള്ള വീഡിയോ. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 250 കിലോമീറ്റർ എനിക്ക് കിട്ടുന്നു എന്നുള്ളത് പറഞ്ഞത് സബ് ടൈറ്റിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ കൊണ്ടേ കാണിച്ചു. ഈ വണ്ടി ഞാൻ നിങ്ങളുടെ സൈറ്റിൽ, ടാറ്റയുടെ സൈറ്റിൽ 250 കിലോമീറ്റർ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്താ ഞാൻ ചെയ്യാൻ വെച്ചു. അപ്പോൾ ഒന്നും പറയേണ്ടി വന്നില്ല, എനിക്ക് ബാറ്ററി അവർ മാറ്റി തന്നു. അങ്ങനെ ഒരു ഉപകാരം ആ തുടക്കത്തെ അവരുടെ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ്. കൂടാതെ എനിക്ക് പണ്ട് പ്രേമിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ഒരു പ്രാവശ്യം യൂട്യൂബിൽ ഇത് വന്നപ്പോൾ കണ്ടിട്ട് അവളെ തിരിച്ചു കിട്ടും ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു നെക്സോണിന്റെ മുകളിൽ എൻറ്റയർലി സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ മാർക്കറ്റിൽ പല മാറ്റങ്ങൾ മാറി വരും. ഈ പോയിന്റ് ഓഫ് ടൈമിൽ സാറിന്റെ അതേ മൈൻഡ് സെറ്റിൽ ഒരാൾ ഇലക്ട്രിക് കാർ വാങ്ങുകയാണെങ്കിൽ സാർ ഏത് ബ്രാൻഡിന്റെ കാറായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്? എത്ര സർവീസിൽ പ്രോബ്ലം ഉണ്ടെങ്കിലും ടാറ്റ തന്നെ ഞാൻ പ്രിഫർ ചെയ്യാം. അത് ഓരോരുത്തരും ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. കൂടുതൽ MG എടുക്കാമൊക്കെ ചെയ്യാം. പേഴ്സണലി ഈ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് കൂടുതൽ കാലം ഇന്ത്യയിൽ ഈ ബ്രാൻഡ് ലാസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ സർവീസ് കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ടാറ്റയുടെ നെക്സണിനൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുന്നുണ്ട്. കാരണം എന്താണ്, അത്രയും കാറുകളുണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ കംപ്ലൈൻറ്റ് ടാറ്റയ്ക്ക് ഉള്ളൂ. കാരണം MG ഇതൊക്കെ ആകെ 5-6 വണ്ടി 5% ഉള്ളൂ. അവർ 1-2 പേരെ കംപ്ലൈൻറ്റ് പറയാൻ ഈ ലോകത്ത് ആൾക്കാരുള്ളൂ. നമ്മൾ അത്രയും ടാറ്റ നെക്സൺസ് ഈ ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും തുടക്കത്തിലായതുകൊണ്ടും സ്വാഭാവികമായിട്ടും ആ പെർസെൻറ്റേജ് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ കംപ്ലയിൻറ്റ്സ് ടാറ്റയ്ക്കുള്ളൂ എന്നുള്ളതാണ്. പിന്നെ സർവീസ് സെൻറ്ററിലൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഐ റിമെമ്പർ കേട്ടു. സർവീസ് സെൻറ്ററിലത്തെ ഒരു പ്രോബ്ലം പറയാം. തുടക്കത്തിലാണ് ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുക, അല്ലെങ്കിൽ അതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള. നമ്മൾ പൊതുവേ എന്തെങ്കിലും ഒരു ബഗ് കണ്ടു കഴിഞ്ഞാൽ അത് പറയില്ല, ഇനി ഇതുണ്ടെങ്കിൽ സംഭവിച്ചാൽ വന്നാൽ മതി എന്നേ പറയുള്ളൂ. ഇതേ പ്രശ്നമായിരുന്നു ടാറ്റയ്ക്കും ഉണ്ടായിരുന്നു. അവർക്കും അറിയില്ല ഇത് എങ്ങനെ നന്നായത് എന്നുള്ള. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒന്ന് പറഞ്ഞു തരും, അടുത്ത പ്രാവശ്യം പറഞ്ഞില്ല, ഇനി ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്ന പറയാം. അപ്പോൾ അവരും തന്നെ ചെയ്ത് പഠിക്കുകയാണ്. ചിലർക്ക് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു, ഇത് ചെയ്താൽ മതി. പണ്ടൊക്കെ ഈ ബാറ്ററി ഊരിയിട്ട് രണ്ടാമത് കുത്തി നോക്കുന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അവർക്ക് പ്രോപ്പർ ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ഇത്രയും കാറുകളും ഇത്രയും ഇത് വന്ന സ്ഥിതിക്കും, ഇത്രയും കോമ്പറ്റീഷൻ വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് ഇനി എല്ലാവരും EV യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പേര് ജോസഫ് ജോർജ്. ഓക്കെ. ഒന്ന് സ്റ്റിയറിംഗ് കംപ്ലൈൻറ്റ്. ഓക്കെ. എൻ്റെ വണ്ടി ഇവിടെ അഴിച്ചു പണിത സമയത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും സ്റ്റിയറിങ് റിവേഴ്സ് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുകയാണെങ്കിൽ റിവേഴ്സ് ഗിയറിൽ ഇട്ടിട്ട് സ്റ്റിയറിംഗ് തിരിക്കുകയാണെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റായി കഴിയുമ്പോഴത്തേക്കും ജാമായി പോകും. അത് റോഡിൽ വെച്ച് ഇത് പെട്ടെന്ന് നമുക്ക് തിരിക്കേണ്ടി വന്നു. റോഡിന് നടുക്ക് വെച്ച് ജാമായി പോയി കഴിഞ്ഞാൽ പിന്നെ പുറകിൽ നിന്നുള്ള വണ്ടികളെല്ലാം വന്ന് ഇതടിക്കാൻ തുടങ്ങും. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാനിത് അവിടെ കൊണ്ടേ കൊടുത്തു. അവിടെ തന്നെ ചെയ്തവരോട് പറഞ്ഞു, നിങ്ങളിത് അഴിച്ചു വിടുന്നപ്പോഴാണ് ഇതെല്ലാം പറ്റിയാക്കണത്, ശരിയാക്കണമെന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ കാലിബ്രേഷൻ ചെയ്ത് നോക്കാം, അപ്പോൾ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കാലിബ്രേഷൻ ചെയ്തിട്ട് തിരിച്ചു തന്ന് ഇതേ ഓക്കെ ആണെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവർ തിരിച്ചു തന്നു. ഞാൻ കൊണ്ടുപോയിട്ട് പിന്നെയും പ്രോബ്ലം തന്നെ റെക്കർ ചെയ്യുക. അപ്പോൾ പിന്നെ ഇനി അടുത്ത സർവീസ് ഡ്യൂ ആയിരുന്നു. അപ്പോൾ അത് ലെക്സോൺ വേറെ സ്ഥലത്തല്ല, മറ്റേ ലെക്സോൺ മാമംഗലം, ഇത് ലെക്സോൺ ഇരുമ്പനം. അപ്പോൾ ഇരുമ്പനത്ത് കൊണ്ടുവന്ന് അവിടെ ചെന്ന് അവരോട് ഞാൻ പറഞ്ഞ് സർവീസ് ചെയ്യാതിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെ പ്രശ്നമുണ്ട്, സ്റ്റിയറിങ് സ്റ്റക്കാവുകയാണ്, ഇതിനെന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ അവർ കാലിബ്രേഷൻ ചെയ്തിട്ടൊന്നും ശരിയായില്ല. 3 ദിവസം അവരിട്ട് ചെയ്ത് പടം നോക്കി, ശരിയായില്ല. അവരെന്നോട് പറഞ്ഞു ഇതിൻ്റെ സ്റ്റിയറിംഗ് കോളം ബെൻഡായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കോളം മാറ്റി
വേറെ ഫിറ്റ് ചെയ്യണം. അതിന് മുമ്പ് അത് കൺഫേം ചെയ്യാൻ ഡയഗ്നോസ്റ്റിക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാപ്പ് ചെയ്യുക. വേറൊരു സ്റ്റിയറിംഗ് കോളം എടുത്തിട്ട് വെച്ച് നോക്കുക. വെച്ച് നോക്കിക്കഴിഞ്ഞ് ഇതാണ് പ്രശ്നമെങ്കിൽ ഇത് സ്വാപ്പ് ചെയ്യുക. അതിന് ഈ സ്വാപ്പ് ചെയ്തിട്ട് ഇത് മാറ്റണമെങ്കിൽ 70,000 രൂപയാവുന്നത് ഈ ടോട്ടൽ 70,000 രൂപ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ ഞാൻ ഡയഗ്നോസ് ചെയ്ത് നിങ്ങൾ ചെയ്യുക, പക്ഷേ എനിക്കിപ്പോൾ 70,000 രൂപ തരാനില്ല. 1.5 ലക്ഷം രൂപ ഇപ്പോൾ മുടക്കിയിട്ടിരിക്കുകയാണ് AC ക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ടില്ല, കയ്യിലില്ല. അപ്പോൾ അവർ പറഞ്ഞു ശരി ഞങ്ങൾ സ്വാപ്പ് ചെയ്ത് നോക്കാം, നിങ്ങൾ വണ്ടി പിന്നെ പറയാൻ പറഞ്ഞു. പിന്നെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സ്വാപ്പ് ചെയ്യാനായിട്ട് പോയി വണ്ടി അഴിച്ചു സ്റ്റിയറിംഗ് ബോക്സ് എല്ലാം അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ബോഷിൻ്റെയാണ് സ്റ്റിയറിംഗ് ബോക്സ്. ഇത് ഞങ്ങളുടെ കയ്യിലുള്ളത് ബോഷല്ല, വേറെ കമ്പനിയുടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ബോഷിൻ്റെ വന്നം, അത് സാധനം ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരാഴ്ചയാവും. ഒരാഴ്ച എനിക്ക് വണ്ടി ഉണ്ടാവില്ല, ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റ് വണ്ടി തരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഇത് വെച്ചുകൊണ്ട് ഞാൻ ജീവിച്ചോളാം, നിങ്ങളുടെ സ്റ്റിയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് വെച്ചുകൊണ്ട് ജീവിച്ചോളാം, നിങ്ങളൊന്ന് തിരിച്ച് ഫിറ്റ് ചെയ്ത് തന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് കഴിഞ്ഞാൽ വണ്ടി തിരിച്ച് ഫിറ്റ് ചെയ്ത് അവരുടെ മുമ്പിൽ വെച്ച് തിരിച്ച് ഫിറ്റ് ചെയ്തു. ഞാനവിടെ നിന്നവരെ കൊണ്ട് തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ടെസ്റ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ പോയിട്ട് ഒരു പ്രശ്നമില്ല, വണ്ടിക്ക് ഒരു പ്രശ്നമില്ല, ഒരു സ്റ്റിയറിംഗ് കംപ്ലയിൻ്റ് ആകുന്ന ഒരു പ്രശ്നമില്ല. അഴിച്ച് ഫിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഓക്കെ. അത് ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല, എപ്പോഴും ഇങ്ങനെ വണ്ടി പൈസ പോയില്ല, ഫ്രീ ആയിട്ട് വണ്ടി ഇതായിട്ട് കിട്ടി, ഒന്നും പൈസ കൊടുത്തില്ല. അതൊന്ന്. പിന്നെ ഈ ബാറ്ററിയുടെ ഈ കാര്യം പറഞ്ഞല്ലോ, ഈ ബാറ്ററിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം വണ്ടി മേടിച്ചാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ നമുക്ക് 8 വർഷത്തെ അപ്പോൾ അത് 0% ആണോ വരെ നമുക്ക് ഇത് കിട്ടണം, വണ്ടി ഓടണം 0%. റേഞ്ചിനെ കുറിച്ച് ഞാൻ പറയണില്ല, ഞാൻ പറയണത് ഈ പെർസെൻറ്റേജിൻ്റെ കാര്യമാണ്. നമുക്ക് 0% ആണ് വരെ കിട്ടണതാണ്. പക്ഷേ ഈ വണ്ടി ഓടുന്തോറും ഇപ്പോൾ ഫസ്റ്റ് വർഷം ചിലപ്പോൾ ആദ്യത്തെ ഒരു 3-5-6 മാസത്തേക്ക് നമുക്ക് 0% വരെ ഓടിക്കാം. ഇത് കഴിയുമ്പോഴത്തേക്കും 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ 0% വരെ ഓടിക്കാൻ പറ്റില്ല, ഒരു 10% വരെ ഓടിക്കാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ റിസ്ക് എടുക്കില്ല. അത് കഴിഞ്ഞ് കുറേ 1 വർഷം ഓടിക്കുമ്പോൾ 20% ആവും. 20% ആയി കഴിയുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കില്ല. എനിക്ക് 20% ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്യാരണ്ടി പീരീഡ് തന്നെ 3 വർഷമായപ്പോഴത്തേക്കും 20% ഞാൻ റിസ്ക്. പിന്നെ എപ്പോഴും 20% ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വണ്ടി എങ്ങനെയെങ്കിലും ചാർജ് ചെയ്യും. ഈ രീതിയിൽ കൊണ്ടുനടക്കുക 20%. ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ ഓടി ഇറങ്ങുന്നപ്പോൾ 2020 മേടിച്ച വണ്ടി ഇപ്പോൾ 2026 6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 45% ആയി. അത് വണ്ടി ഓടില്ല 45% കഴിഞ്ഞാൽ. അപ്പോൾ ഈ 8 വർഷത്തിൻ്റെ ഗ്യാരണ്ടി ഇടയ്ക്ക് ഇത് 0% കിട്ടേണ്ട ആക്ച്വലി, പക്ഷേ അത് കിട്ടുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും വണ്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ എല്ലാവരുടെയും വണ്ടി എടുത്തിട്ട് 1 വർഷം കൂടുതലെങ്കിലും ആയിട്ടുണ്ടല്ലോ ഇല്ലേ? നിങ്ങളുടെ ആരുടെയും വണ്ടിക്ക് ഇപ്പോൾ 0% വരെ കിട്ടില്ല. ഞാൻ പറയാം 55% ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ, അതിൽ എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്? 55 അല്ല 45% വരെ. 45% കട്ടാവില്ല, അപ്പോൾ 55% യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 55% എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട്? 5 കിലോമീറ്റർ കിട്ടും. 5 അങ്ങനെയല്ല, 1% എത്ര കിലോമീറ്റർ? അല്ല കിലോമീറ്റർ ഞാൻ പറഞ്ഞത് റേഞ്ചിന് എനിക്ക് കുഴപ്പം വന്നിട്ടില്ല. ഒരു 5 കിലോമീറ്റർ ഞാൻ 45 ആയപ്പോൾ തന്നെ ലിംബ് മോഡ് ആയപ്പോൾ തന്നെ 100% ഞാൻ നോക്കിയിട്ടില്ല. 1% ഇപ്പൊ ഈ 6 കൊല്ലമായിട്ട് ഞാൻ നോക്കിയാറുള്ളൂ. 1% വരുത്താറില്ല. 55% വരെ ഓടി എത്തും. 40% വരെ ബാറ്ററി എത്തുമ്പോൾ എത്ര കിലോമീറ്റർ വണ്ടി ഓടി? 40% ഞാൻ ലിംബ് മോഡായതേ ഉള്ളൂ. പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല എന്തോരം ഓടുന്നുണ്ട്. പൊതുവെ ചാർജ് ചെയ്യുന്ന എത്ര ശതമാനം ചെക്ക് ചെയ്തിട്ടില്ല. അല്ല ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ 100% 200 കിലോമീറ്റർ കിട്ടുന്നുണ്ട്, 250 കിട്ടുന്നുണ്ട് എന്ന് പറയണ്ടല്ലോ. അതൊരു കാൽക്കുലേഷന്റെ പുറത്താണ്. 1% 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഒക്കെ കിട്ടുന്നതിന്റെ കാൽക്കുലേഷൻ. ആ ഒരു 200 ചിലപ്പോൾ പൂർണ്ണമായി ഓടിച്ചിട്ട് ആ രീതിയിൽ കാൽക്കുലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. അത് എന്താ കാര്യം തരാം, ആദ്യ കാലത്ത് മാത്രമേ നിങ്ങൾക്ക് ഈ ഇത് കിട്ടുള്ളൂ, കാൽക്കുലേഷൻ കിട്ടുള്ളൂ. അവസാനം ആയിക്കപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ 10% 20% ഒക്കെ ആയിക്കപ്പോഴത്തേക്ക് ഇത് കിട്ടില്ല. അതിലെ എന്താ വെച്ചാല് സാർ പറഞ്ഞൊരു മറുപടി ഞാൻ പറയാം. എന്റെ 1.25 വർഷമായി ZS എടുത്തിട്ട്. ഞാന് 2 ആഴ്ച മുമ്പാണ് ഈ പറഞ്ഞ 1-ൽ നിന്ന് 0-ലേക്ക് 14 കിലോമീറ്റർ ഓടിച്ചത്. 1.25 വർഷം കഴിഞ്ഞിട്ടാണ്.
14 കിലോമീറ്റർ ഓടിച്ചു. എൻ്റെ പിന്നെ എത്ര കിലോമീറ്റർ ടോട്ടൽ? ഇപ്പോൾ 31,000. അത് നെക്സോൺ ആണ്. നെക്സോൺ ഇസഡ്. കണക്കനുസരിച്ച് 14x100 അതിന് നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുന്ന നമ്മൾ സ്ട്രെസ് കൊടുക്കില്ല. MG0 ശേഷം സ്പെയർ MG-ക്ക് ആക്ച്വലി താഴെ ഇതുണ്ടെന്ന് തോന്നുന്നു. അവിടെ അവർ പറഞ്ഞത് 0-30 കിലോമീറ്റർ പോകുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലൂടെ എടുക്കാം. ഇപ്പം സാറ് പറഞ്ഞല്ലോ കാറ് 45% വരെയാണ് യൂസബിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് 50 to 100% ചാർജിങ് സൈക്കിൾ ഫോളോ ചെയ്യുന്നത് അല്ലേ? ശരാശരി കാർ എടുത്തിട്ട് ലോങ് പോകാൻ പറ്റാറുണ്ടോ? ഇനി അഥവാ ലോങ് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജറിന്റെ മുകളിൽ എത്രമാത്രം കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്? അതായത് എൻ്റെ വീട് ഇപ്പോൾ കാക്കനാട് വാഴക്കാലിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പോകേണ്ടത് കൊച്ചി യൂണിവേഴ്സിറ്റിക്കാണ് പോകേണ്ടത്. ഞാൻ ആ ഡിസ്റ്റൻസ് മാത്രമേ ഓടിക്കാറുള്ളൂ, അല്ലാണ്ട് ലോങ് ഡിസ്റ്റൻസ് ഒരിക്കലും പോകാറില്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും കിലോമീറ്റർ ഒന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാറുമില്ല. അതുകൊണ്ട് ഞാൻ 45 പ്രാവശ്യം ലിംബോണ്ട് ആയതുകൊണ്ട് പിന്നെ ഒരു 2 ആഴ്ച ഓടിച്ചു. ആ ഓടിച്ചതെല്ലാം എപ്പോഴും 90% താഴെ പോകാണ്ട് ഓടിച്ചു. ഈ ഒരു ഇഷ്യൂ വരുന്നതിന്റെ മുന്നേ കാറായിട്ട് കുറച്ചും കൂടി ദീർഘദൂര യാത്ര ചെയ്യാറുണ്ടായിരുന്നോ? പണ്ട് ട്രിവാൻഡ്രത്തൊക്കെ പോയിട്ടുണ്ട്, ആദ്യം മേടിച്ച കാലത്ത്. അന്ന് ഒരുപാട് നല്ല റേഞ്ച് കിട്ടുമായിരുന്നു ആ കാലത്ത്. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് കയറുന്നുണ്ട്? ഫുൾ ചാർജ് ചെയ്യുമ്പോൾ 100% കയറുന്നുണ്ട്. എത്ര യൂണിറ്റ് കറണ്ട് ഇപ്പം സാറ് കാറിൻ്റെ മുകളിൽ കുറച്ച് കൂടുതൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്, സ്ട്രെസ്ഡ് ഔട്ട് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ EV വാങ്ങുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറയുന്നത്? അതേപോലെ തന്നെ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് സാറ് കാറ് പർച്ചേസ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ EV വാങ്ങുമോ ഇല്ലേ? അഥവാ EV വാങ്ങുകയാണെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെ ഏത് കാറായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്? ഞാൻ ഇനി ഫ്യൂച്ചറിൽ വണ്ടി മേടിക്കുകയാണെങ്കിൽ EV മാത്രമേ മേടിക്കുള്ളൂ. എന്നുവെച്ചാൽ EV ഓടിച്ച് കുറേ ആൾക്ക് കഴിയുമ്പോഴത്തേക്കും പിന്നെ EV അല്ലാണ്ട് വേറൊരു വണ്ടി ഓടിക്കാൻ നമുക്ക് തോന്നില്ല. പക്ഷെ ഒരിക്കലും ടാറ്റയുടെ EV ഓടിക്കില്ല. ടാറ്റയുടെ, ഞാൻ ടാറ്റ കമ്പനി വർക്ക് ചെയ്ത ആളാണ്, പക്ഷേ ടാറ്റയുടെ വണ്ടി ഓടിക്കാൻ ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സർവീസ് വെരി ബാഡ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ, ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ പ്രോബ്ലം ഉണ്ടായത് അതൊരു 50% കൂടുതൽ ആളുകൾക്ക് ഞാൻ ഡേറ്റ കളക്ട് ചെയ്തു. ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് ഈ വിൻസറിനോ അല്ലെങ്കിൽ വേറെ ഒരു കോമ്പറ്റീറ്റർ കമ്പനിക്കും ഈ AC പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവരുടെ ഇത് ഉണ്ടായത് ഗ്യാരണ്ടി പീരീഡ് തന്നെ ഒരു 50% ആളുകളുടെ AC പ്രശ്നം ഉണ്ടായി, ഗ്യാരണ്ടി പീരീഡിൽ തന്നെ. ഈ ഗ്യാരണ്ടി കഴിഞ്ഞിട്ടുണ്ടായവരുടെ ഇപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അതിൻ്റെ ഇത് മാത്രം ഹീറ്റ് എക്സ്ചേഞ്ചർ മാത്രം മാറ്റി കൊടുക്കുക ഫ്രീ. അതിൻ്റെ മാത്രമേ കോസ്റ്റ് മേടിക്കുള്ളൂ. എന്നോട് 1.2 lakhs മേടിച്ച് ഇത് കംപ്ലീറ്റ് മാറ്റി, എല്ലാം മാറ്റി, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഫെയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും എൻ്റെ ബിറ്റർ എക്സ്പീരിയൻസ്, ഞാനിത് മേടിക്കാൻ കാലത്ത് എന്നോട് വൈഫ് പറഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്യും, നമുക്ക് വണ്ടി മേടിച്ച ആളുകളുടെ എക്സ്പീരിയൻസ് അറിയട്ടെ. ഞാനത് പറഞ്ഞത് കേൾക്കാണ്ട് ഞാൻ പോയി 18 lakhs അന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് ഓരോ പ്രശ്നം വരുമ്പോഴും വൈഫ് എന്നായിട്ട് ഫയർ ചെയ്യുക. വൈഫ് ഞാൻ അന്ന് പറഞ്ഞതല്ലേ ഇത് വണ്ടി മേടിക്കരുത്. ഇപ്പോൾ വൈഫ് എന്നെ പറഞ്ഞതറിയോ, ഈ വണ്ടി നിങ്ങൾ കിട്ടുന്ന കാശിന് ഈ സാധനം തലേന്ന് ഒഴിവാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള എന്തൊരു വണ്ടി മേടിക്കാൻ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ സാർ എന്തായാലും EV ആയിരിക്കും വാങ്ങുന്നത്? ഒരിക്കലും EV മേടിക്കും, പക്ഷെ അത് ടാറ്റയുടെ ആയിരിക്കും. ഏതായിരിക്കും ഞാൻ മേടിക്കാൻ അധികം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പലരുടെ വണ്ടിയിൽ സഞ്ചരിച്ചു, ഓടിച്ചില്ലെങ്കിലും ഈ വിൻസർ ആണ് എൻ്റെ ഒരു ചോയ്സ്. MG വിൻസർ. MG വിൻസർ. ഓക്കെ.